ഇപ്പോൾ ശ്രീ സന്ദീപ് സേനൻ, അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ ചേരുകയാണ്. ശ്രീ സന്ദീപ് സേനൻ, ഇന്ന് താങ്കളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചില ശൂന്യതകൾ നികത്താനാവാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ സുകുമാർ അഴീക്കോടിന്റെ, ആദരണീയനായ ശ്രീ സുകുമാർ അഴീക്കോടിന്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, സുകുമാർ അഴീക്കോട് മുൻപ് മോഹൻലാലിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. അത് പല രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചതാണ് കേരളീയ സമൂഹത്തിൽ. അത് തന്നെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ആന്റണി പെരുമ്പാവൂരിനെ ചാവേറാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണ് എന്നുള്ള സന്ദേശം താങ്കൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടിരിക്കുകയാണ്. തെറ്റാണെങ്കിൽ താങ്കൾക്ക് പറയാം. ഞാന് ഇന്ന് ഇട്ട പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത, തീർച്ചയായിട്ടും പല കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ആർജവം കാണിച്ച ഒരു മഹത് വ്യക്തിയാണ് ശ്രീ സുകുമാർ അഴീക്കോട്. അപ്പൊ അദ്ദേഹം പല 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 ഘട്ടങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും അത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു 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 വലിയ സാംസ്കാരിക നായകൻ തന്നെയാണ് അദ്ദേഹം. സോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത പല വേളകളിലും നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അത് പലപ്പോഴും എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എന്താ പറയാ, ഇതില് ആ പത്രസമ്മേളനം കണ്ടവർക്ക് മനസ്സിലാവും. ആ പത്രസമ്മേളനത്തിൽ ശ്രീ ആന്റണി പെരുമ്പാവൂർ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും സുരേഷ് കുമാർ അവിടെ പറഞ്ഞിട്ടില്ല. സുരേഷ് കുമാർ പറഞ്ഞത് സിനിമയുടെ ഇന്നത്തെ ഒരു അവസ്ഥ, സിനിമാ വ്യവസായത്തിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു ചില പ്രവണതകൾ. അപ്പോൾ അതിനകത്ത് ഓഫ് കോഴ്സ് ഈ കോസ്റ്റ് കൂടുന്നതിൽ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് ഏകദേശം 60% കോസ്റ്റ് മുതൽ 70% വരെ കോസ്റ്റ് ഇപ്പോൾ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷനാണ് വരുന്നത്. അപ്പൊ അതിനൊരു നമുക്ക് സ്ട്രക്ചർ ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? അതിനകത്ത് പറയുന്നുണ്ട് ട്രൈ പാർട്ടി എഗ്രിമെന്റിനെ കുറിച്ച് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, താരങ്ങളും സംവിധായകനും, അതായത് മുഖ്യതാരം, അതായത് ഒരു പടത്തിൽ ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരാള് ഒരു 5 കോടി രൂപ വാങ്ങിക്കുന്നുണ്ട്, ആ പടത്തിന്റെ കോസ്റ്റ് 10 കോടി രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള താരത്തിന് ആ 10 കോടി രൂപയ്ക്കകത്ത് നിർത്താനായിട്ട് ഒരു സംവിധായകൻ റെസ്പോൺസിബിൾ ആകണം. ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് വേണം. അതാണ് അന്ന് തീരുമാനത്തിലുണ്ടായിരുന്നത്. പിന്നെ അമ്മ നാഥനില കളരിയാണെന്ന് സുരേഷ് കുമാർ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടേയില്ല. അതാരാണ് അത് പറഞ്ഞത്? അമ്മയിൽ ഇപ്പൊ ഒരു കമ്മിറ്റി ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ 2024 നവംബറിൽ ഒരു ലെറ്റർ അങ്ങോട്ട് അയച്ചപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ആണെന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നും അമ്മ ഈ അടുത്ത ജനറൽ ബോഡിയിൽ, അതായത് ജൂൺ മാസം നടക്കാൻ പോകുന്ന ജനറൽ ബോഡിയിൽ ആ തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മാസം അപ്പുറത്തുള്ള കാര്യമാണ് അമ്മ പറയുന്നത്. അപ്പൊ അവർക്കൊരു കമ്മിറ്റിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ വ്യക്തമായി പറഞ്ഞപ്പോൾ ഇപ്പോൾ തൽക്കാലം കമ്മിറ്റി നിലവിലില്ല എന്ന് മാത്രമാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 17-18 മിനിറ്റ് ഉള്ള ഒരു പത്രസമ്മേളനമാണ്. അത് നിങ്ങൾ എല്ലാവരും കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് അമ്മ നാഥനില കളരിയാണെന്ന് പറഞ്ഞിട്ടില്ല. വരട്ടെ, അമ്മ വന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന്, സ്വാഗതാർഹമാണെന്നും പറഞ്ഞു. ഇത് ആരാണ്? അതിൽ അമ്മയിലുള്ളവർ ഇപ്പോൾ പറയുന്നത് സുരേഷ് കുമാർ മാപ്പ് പറയണം എന്നാണ്. എന്തിനാണ് സുരേഷ് കുമാർ മാപ്പ് പറയേണ്ട ആവശ്യം? സുരേഷ് കുമാർ അവിടെ മാപ്പ് പറയേണ്ട ഒരു കാര്യവും ആ ഒരു പത്രസമ്മേളനത്തിലില്ല. സുരേഷ് കുമാർ എക്കാലവും ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള ഓരോരുത്തർക്കും വേണ്ടി നിന്നിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി? ഈ ആന്റണി പെരുമ്പാവൂരിന്റെ കൂടെ നിലയുറപ്പിച്ചു നിന്ന മനുഷ്യനാണ് സുരേഷ് കുമാർ. അദ്ദേഹം പറയട്ടെ. പിന്നെ ഇതേ പത്രസമ്മേളനത്തിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒരു വാക്ക് പോലും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളത് ഷിബു സുശീലിന് അവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം ആ പത്രസമ്മേളനത്തിനുണ്ട്. അദ്ദേഹം FK പ്രതിനിധിയായിട്ട് ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ജി സുരേഷ് കുമാർ പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞത് വേണമെങ്കിൽ ഞാനത് പിൻവലിക്കാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 141 കോടിയുടെ ചെലവ്, 141 കോടിയുടെ ചെലവ്. അദ്ദേഹം അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതല്ല, പിന്നീട് ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണെന്നും ജി സുരേഷ് കുമാർ പറയുകയുണ്ടായി. അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറാണെന്നും മാധ്യമത്തിൽ സംസാരിച്ചപ്പോൾ ഓഫ് റെക്കോർഡായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം അവരത് എടുത്തിടുകയാണ് ചെയ്തത്. അപ്പോൾ അത് അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടിയ ഒരു നമ്പർ ഒന്നുമല്ല. അത് അദ്ദേഹത്തിന്റെ അടുത്ത് ഉത്തരവാദിത്തപ്പെട്ട സിനിമയുടെ ആൾക്കാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞത്, വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞത്, അതൊരു മാധ്യമത്തിൽ വന്നു. അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. അത് പിൻവലിച്ചതിന് ശേഷം എന്ത് പ്രകോപനമാണ് അദ്ദേഹത്തിന്റെ പുറത്ത് ഈ വേട്ടയാടാനായിട്ട് ഒരാളെ കഴിഞ്ഞ 4 കോടി ചെലവെന്ന് പറയുന്നതിൽ തന്നെ എന്താണ് തെറ്റുള്ളത്? അതിനെന്താണ് ആന്റണി പെരുമ്പാവൂർ പ്രകോപിതനാവുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പ്രകോപനം എവിടുന്നാണ് ഉണ്ടാകുന്നത്?
അത് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു വ്യക്തിയെ കുടുംബമായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് എത്രയോ പേര് അതിന്റെ ഇത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര നിർമ്മാതാക്കൾ അദ്ദേഹത്തിന്റെ എതിരെ ഇന്ന് വന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു? കേരളമാകെ സുരേഷ് കുമാറിനെതിരാണെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള കുറച്ച് താരങ്ങൾ വന്നു. അവർ നിർമ്മിക്കുന്നതാണ്, അവർക്കും ഈ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതാണ്. ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏത് താരത്തിനാണ് പറയുന്ന കോസ്റ്റിൽ പടം തീരുന്നത്? അവർക്ക് പോലും അത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വിഷമതകൾ അവര് മറച്ചു വെച്ചുകൊണ്ട് എന്താണ് സുരേഷ് കുമാറിനെതിരെയുള്ള ഈ പടനീക്കത്തിന് കാരണം? എന്താണ് ആ പടനീക്കത്തിന് കാരണം? നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് ഉണ്ടാവുമല്ലോ. ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു വ്യക്തി മാത്രമാണെന്ന് താങ്കൾ കരുതുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹം എന്നുള്ള വ്യക്തി മാത്രമാണെന്ന് ഞാനും കരുതുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള ആർജവം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. കാരണം ചുറ്റിനും ആരാണ് അദ്ദേഹത്തിനെ ഇത്രയും പ്രകോപിപ്പിച്ചതെന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഭാഷയല്ല, അത് എഴുതിയിരിക്കുന്ന അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാന് ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് ഒരു വ്യക്തിയെ ആ പത്രസമ്മേളനത്തിൽ തൊട്ടടുത്തിരുന്നത് കേരള ഫിയോക്കിന്റെ, അതായത് തിയേറ്റേഴ്സിന്റെ ഉടമകളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ വിജയകുമാറാണ്, അതിന്റെ പ്രസിഡന്റാണ്. ആ ഇതിനകത്ത് ഇപ്പുറത്തെ വശത്ത് ഇരുന്നിരുന്നത് ശ്രീ GS വിജയനാണ്, ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അതിന്റെ അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഷിബു ഉണ്ട്, എന്റെ സുഹൃത്താണ് ഷിബു. കേരള ഫെഫ്കയുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ്. അപ്പുറത്ത് സിയാദ് കോക്കർ ഉണ്ട്, അദ്ദേഹം ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാണ്. ഇതേ മീറ്റിംഗിൽ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ B ഉണ്ണികൃഷ്ണനും അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സിബി മലയിലും ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ കൂട്ടായി എടുത്ത തീരുമാനം, അവിടെ എല്ലാവരും നിരന്നിരുന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാത്രം വേട്ടയാടുന്നത്? ശ്രീ B ഉണ്ണികൃഷ്ണൻ അവിടെ ഉറച്ചു പറഞ്ഞല്ലോ, താരങ്ങൾക്കെതിരെയും ഹേമ കമ്മിറ്റിക്കെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞിട്ടാണല്ലോ പോയത്. അദ്ദേഹം പത്രസമ്മേളനത്തിന് അവിടെ ഉണ്ടായില്ല. പെട്ടെന്ന് എവിടെയോ പുള്ളിയെ സ്റ്റോപ്പ് ബ്ലോക്കിൽ മറ്റേ ഇതാകുന്ന പോലെ പുള്ളിയെ കാണുന്നില്ല. അപ്പോ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇത് ആരെയോ കൂട്ടായി ഒരാളെ വേട്ടയാടുക എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഈ അസോസിയേഷൻ എല്ലാ തവണയും എന്തൊക്കെ കാര്യത്തിനായിട്ട് ഞങ്ങൾ ഇതിന് നിലനിൽക്കുന്നുണ്ട്. മലയാള സിനിമയിലെ എല്ലാ കാര്യത്തിനായിട്ടും ഞങ്ങൾ നിലനിൽക്കുന്നതല്ലേ? ഞങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയല്ലേ? എന്താണത് പറയാനായിട്ട് ഞങ്ങൾ പറയുന്നത് തെറ്റെന്താണ്? അല്ല, അങ്ങനെയാണ് ശ്രീ സന്ദീപ് സേനൻ ഇപ്പോൾ ഈ ആന്റണി പെരുമ്പാവൂർ G സുരേഷ് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. G സുരേഷ് കുമാർ ആരാണ് സിനിമാ സമരം പ്രഖ്യാപിക്കാൻ എന്നൊക്കെ. നിങ്ങൾ പക്ഷേ ഇപ്പോൾ വിമർശനം പലപ്പോഴും ഉന്നയിക്കുമ്പോൾ ഇതാരാണ് ആന്റണി പെരുമ്പാവൂരിന് പിന്നിൽ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് മറച്ചു പിടിക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ മറച്ചു പിടിക്കുന്നത്? പറഞ്ഞുകൂടെ ആരാണ്? നിങ്ങൾ ഇത് നിർത്തുക എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറയുവാൻ എന്തുകൊണ്ട് ആർജവം ഉണ്ടാകുന്നില്ല താങ്കളെ പോലെയുള്ള ആളുകൾക്ക്? അല്ല, ഇത് അദ്ദേഹത്തിന്റെ പുറകിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം മഞ്ജുഷ്. സിനിമാ രംഗത്ത് താങ്കൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്, ഞാൻ സിനിമാ രംഗത്തുള്ള ആളല്ല. അല്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള മിക്ക ആൾക്കാരും ഇപ്പൊ സുരേഷ് കുമാറിനെതിരെ ഇപ്പൊ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതോ ഒക്കെ ഭാരവാഹികൾ ഇവിടുന്ന് പത്രക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. ഭാരവാഹികളല്ല, അവരിപ്പോ അഡ്ഹോക് കമ്മിറ്റിയുടെയാണ്. അപ്പൊ അവർക്ക് എന്ത് ഭാരവാഹിത്വമാണോ ഉള്ളതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സത്യവാങ്മൂലത്തിൽ വളരെ വ്യക്തമായിട്ട് ഏത് നിർമ്മാതാവ് ഒരു പ്രോജക്റ്റ് കൊണ്ട് തന്നാലും ആ സിനിമയുടെ കളക്ഷൻ എന്താണെന്നും ആ സിനിമയുടെ കളക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യവും പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അത് പുറത്തു വിടാനായിട്ടുള്ള അധികാരം തരുന്നു എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒപ്പിട്ട് തരുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 100% ഒരു ട്രേഡ് ബോഡി എന്നുള്ള രീതിയിൽ ഈ വ്യവസായത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ, പ്രൊഡ്യൂസറിനുണ്ടാവുന്ന വിഷമതകൾ, ആശങ്കകൾ, ഇതെല്ലാം പങ്കുവെക്കാൻ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കേൾക്കാനും തയ്യാറാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് അഡ്രസ് ചെയ്യാനും 100% പ്രതിജ്ഞാബദ്ധരാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇത് പുറത്തു വിടുന്നതിൽ എന്താ തെറ്റ്? പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അമ്മ നാഥനില്ല കളരിയാണെന്നുള്ള വാർത്ത അവിടെ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അമ്മയുമായി സംസാരിക്കാം, അമ്മയുമായി ഞങ്ങൾ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് സുരേഷ് കുമാർ. അതെല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ട്, അതെല്ലാം മനഃപൂർവ്വം ഒമിറ്റ് ചെയ്തുകൊണ്ട് ഒരു 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 പുതിയ തിരക്കഥ ഉണ്ടാക്കുകയാണ്. സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നുള്ളത് വ്യക്തമായി ആന്റണി പെരുമ്പാവൂരിന് അറിയാമല്ലോ. അപ്പുറത്തിരിക്കുന്ന ആരൊക്കെ ഭാരവാഹികളുണ്ടോ അവരല്ലാതെ അങ്ങനെ ഒരു കൂട്ടായ തീരുമാനം എടുക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത്?
കൂടെ ഈ പത്രസമ്മേളനത്തിൽ അടുത്തിരുന്ന് സംസാരിച്ച ശ്രീ വിജയകുമാറാണ് ഫിയോക്കിന്റെ ചെയർമാൻ പ്രസിഡന്റ്. അദ്ദേഹം വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇന്ന് വ്യവസായത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ വിൽപ്പന നടക്കുന്നില്ല. പലരും കിതച്ചാണ് വിൽക്കുന്നത്. ഇതിന്റെ വിഷയങ്ങൾ 60% തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാവില്ല ഇനി അങ്ങോട്ട്, കാരണം സിനിമകളുടെ എണ്ണം കുറയുന്നു. ഈ ആശങ്ക പുള്ളി ഇതിൽ പങ്കുവച്ചതാണല്ലോ. അത് ആർക്ക് വേണ്ടി അഡ്രസ് ചെയ്യുന്നത്? തൊട്ടപ്പുറത്ത് തിയേറ്ററുകാരുടെ വിഷയം, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, 30% ടാക്സ്. സുരേഷ് കുമാറിന് വേണ്ടിയാണോ ഇത് സംസാരിക്കുന്നത്? ഇത് സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചതാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ചാവേറായത് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന് വേണ്ടിയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് സുരേഷ് കുമാറിന്റെ മാത്രമാണ്. ഈ പറയുന്ന ഈ പോസ്റ്റുകൾ ഓരോരുത്തരും ഷെയർ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവർ നിൽക്കുന്ന വ്യവസായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വഴങ്ങുന്ന ആളല്ല സുരേഷ് കുമാർ എന്നുള്ളത് സിനിമ നിൽക്കുന്നവർക്കും അരിയാഹാരം കഴിക്കുന്നവർക്കും പൊതുസമൂഹത്തിനും അറിയാം. പക്ഷേ ഈ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് സിനിമയുണ്ട്, അവർക്ക് ആവശ്യാനുസരണം പ്രതിഫലം കൂട്ടുവാനുള്ള അവസരമുണ്ട്, അവരുടെ സിനിമകൾ റിലീസ് ചെയ്യാനിരിക്കുകയാണ്, പ്രൊഡക്ഷൻ വർക്കിലാണ് അവ പലതും. അങ്ങനെ വരുമ്പോൾ ഈ ജൂണിലെ ഈ സമരത്തോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല. അതല്ലേ ഇങ്ങനെ ഒരു കാരണം? ആരുടെയും സിനിമ ഇവിടെ ആരും തടയുന്നില്ല. ഈ മാർക്കറ്റ് ഉള്ളവർ അതിനെക്കുറിച്ച് അവർക്ക് അവരുടെ സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്നാൽ മതി. മലയാള സിനിമയിൽ ഒരു നടനെ വെച്ച് 25 കൊല്ലം സിനിമ ചെയ്ത ഒരു നിർമ്മാതാവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ റെക്കോർഡാണ് എന്നാണ് പറയുന്നത്. ഞാൻ ശരിയാണ്, ആ ഒരൊറ്റ നിർമ്മാതാവേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു നടനെ വെച്ച് മാർക്കറ്റുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടനെ വെച്ച് മാത്രം സിനിമ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പുറത്ത് സിനിമ ചെയ്തത് സുരേഷ് കുമാറിനെ പോലുള്ളവരും സിയാദ് ഓക്കറിനെ പോലുള്ളവരും ഒക്കെ തന്നെയാണ്, ആന്റോ ജോസഫിനെ പോലുള്ളവരൊക്കെ തന്നെയാണ് പുറത്ത് സിനിമ ചെയ്തിട്ടുള്ളത്. വേറെ വേറെ നടന്മാരെ വെച്ച് ചെയ്തിട്ടുള്ളത്. ബുദ്ധിമുട്ടുകളുണ്ട്. പുതുമുഖങ്ങളെ വെച്ച് നീലത്താമര പോലുള്ള സിനിമകൾ ഇറക്കിയിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ. അപ്പൊ ഇതൊക്കെ വിൽപ്പനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇറങ്ങി ഗ്രൗണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിൽക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് ഇളകുകയുള്ളൂ. സുരേഷ് കുമാർ അതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചത്. അല്ല, ഇവരും ബുദ്ധിമുട്ട് അറിഞ്ഞു നിൽക്കുന്നവരല്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ, പൃഥ്വിരാജ്, സിനിമ വിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തവരല്ലേ? സിനിമ വിൽപ്പന വരുമ്പോൾ ഇതിനകത്ത് ബുദ്ധിമുട്ട് പല എഗ്രിമെന്റുകളിൽ പോലും വ്യത്യാസമുണ്ടല്ലോ. വലിയ വലിയ താരങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുന്ന സിനിമകൾക്ക് പ്ലാറ്റ്ഫോംസും സാറ്റലൈറ്റ് ചാനലുകളും കൊടുക്കുന്ന എഗ്രിമെന്റുകൾക്ക് പോലും വ്യത്യാസമുണ്ട്. സാധാരണ പ്രൊഡ്യൂസറിന് കൊടുക്കുന്ന അതേ താരങ്ങളെ വെച്ച് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ എഗ്രിമെന്റിന് പോലും വ്യത്യാസമുണ്ട്. അപ്പം അത്തരം അഡ്വാൻറ്റേജസ് എൻജോയ് ചെയ്യുന്ന, ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നവരാണ് അവർ. അപ്പം അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അല്ലാതെ പുറത്തു നിന്ന് പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിനുണ്ട്. ആ പ്രശ്നങ്ങൾ പ്രൊഡ്യൂസേഴ്സ്, ഞാൻ ചോദിച്ചോട്ടെ, സജീവമായി സിനിമ ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസേഴ്സ് ഇതിനെതിരെ വന്നു? സുരേഷ് കുമാർ പറഞ്ഞതിനെതിരെ വരാത്ത എന്താ? സുരേഷ് കുമാർ വർഷങ്ങളായിട്ട് സിനിമ ചെയ്യാത്ത ആളൊന്നുമല്ല. അദ്ദേഹം 2022 ടൊവിനോ തോമസിനെയും കീർത്തി സുരേഷിനെ വെച്ച് സിനിമ ചെയ്തല്ലേ, വാശി എന്ന് പറഞ്ഞ സിനിമ. 2 കൊല്ലം ആവില്ലേ ആവുന്നുള്ളത്. അപ്പം സുരേഷ് കുമാർ അങ്ങനെ സിനിമ ചെയ്യാത്ത ആളല്ല, നിരന്തരം സിനിമ ചെയ്യുന്നവർ തന്നെയാണ്. അതിനകത്ത് ആന്റോ ജോസഫ് ഇപ്പൊ 100 കോടി രൂപയുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ 4-5 സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനൊരു സിനിമ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് ഉസ്മാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സെഞ്ചുറി കൊച്ചുമോൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആൽവിൻ ആന്റണി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആരാണ് ആ ഭാരവാഹിത്വത്തിൽ സിനിമ ചെയ്യാത്തവര്? അപ്പോൾ ഈ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ട് ഈ പറയിപ്പിച്ചത് താരങ്ങൾ തന്നെയാണ്, സംശയമില്ലല്ലോ. മറ്റു നിർമ്മാതാക്കൾ ആരും അതിനകത്ത് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ആരാണ്? വേറെ ജെനുവിൻ പ്രൊഡ്യൂസേഴ്സ് എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ കണ്ടത് ഒരു സന്തോഷ് കുരുള വന്നിട്ടുണ്ട്. അദ്ദേഹം കാലങ്ങളിലായിട്ട് അവരുമായി സംഘം ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പൊ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് പറയണമായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ജെനുവിനായിട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ ഉള്ള വിഷമതകൾ. പിന്നെ ആരും സിനിമ നിർമ്മിക്കരുത് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. താരങ്ങൾക്കും സിനിമ നിർമ്മിക്കാം. പിന്നെ ഇതിനകത്തൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷന്റെ കാര്യങ്ങളിൽ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. സിനിമയുടെ വ്യവസായ രീതികൾ മാറുമ്പോൾ, അല്ലെങ്കിൽ കച്ചവട രീതി മാറുമ്പോൾ അതിനൊതുങ്ങുന്ന രീതിയിൽ മാറണ്ടേ? ഇല്ലെങ്കിൽ വ്യവസായമില്ലല്ലോ. പ്രൊഡ്യൂസർ അല്ലേ സിനിമ നിർമ്മിക്കുന്നത്, ആദ്യത്തെ കാശ് മുടക്കുന്നത്. താരങ്ങളൊക്കെ നിർമ്മാതാവാകുന്ന പിന്നെയാണ്. അവർക്ക് പിന്നിൽ എത്രയോ കൊല്ലം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എത്രയോ പ്രൊഡ്യൂസർമാർ നിന്നതിന് ശേഷമാണ് അവർ സ്വന്തമായി നിർമ്മിക്കുന്നത്. അപ്പോ അതിനകത്തൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം. അവരുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇതേ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പറയാതെയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുകയും ചെയ്താണ് അദ്ദേഹത്തിനെ
ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതല്ല, ജി സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ പൃഥ്വിരാജ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത വാചകം ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണോ? പൃഥ്വിരാജ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നാണ് ഞാൻ ആ പോസ്റ്റ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിച്ചു. പൃഥ്വിരാജിന്റെ പ്രൊഡ്യൂസറാണ് ആന്റണി പെരുമ്പാവൂർ. നാച്ചുറലി അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്ത് അവർക്ക് നാച്ചുറലി അങ്ങനെ ഒരു ഇതുണ്ടാവാമല്ലോ. അത് ഇപ്പൊ ഏറ്റവും മലയാളത്തിലെ ഇതേ പടത്തിന്റെ പേര് പറഞ്ഞാണ് ഇത് സംഭവിച്ചതെന്നല്ലേ പറഞ്ഞത്. ഇങ്ങനൊരു വിഷയം ഉണ്ടായി എന്നല്ലേ പറയുന്നത്. അപ്പൊ നാച്ചുറലി പൃഥ്വിരാജിന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ സൗഹൃദമുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന വിഖ്യാത നടന്റെ ഏറ്റവും ഗംഭീര ഒരു സിനിമയാണ് വരാൻ പോകുന്നത്, എമ്പുരാൻ എന്ന് പറയുന്നത്. ആ സിനിമ ഇറക്കരുതെന്നോ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവരുതോ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. മലയാളത്തിന്റെ ഒരു കച്ചവടം, അതായത് മലയാള സിനിമയ്ക്ക് ആകെ 750 സ്ക്രീനുകളാണ് ഉള്ളത് മലയാളത്തില്. ബാക്കി തമിഴ്നാട്ടിൽ പോയാൽ 1400, 2000 തെലങ്കാനയിൽ പോയാൽ 2000, ആന്ധ്രാപ്രദേശിൽ 2000, പിന്നെ വേൾഡ് വൈഡ് റിലീസുകളും ഇങ്ങനെയൊക്കെ ഉള്ള വലിയ കച്ചവട സാധ്യതയുള്ള മറ്റ് ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ നമ്മുടെ കച്ചവട സാധ്യതകൾ കുറവാണ്. അത് തുറന്നു കിട്ടുന്ന ഒരു വലിയ സിനിമ വരുമ്പോൾ അതിന്റെ കൂടെ വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ റിലീസിന്റെ തലേദിവസം എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഒരു ഹർത്താൽ വരുന്നു. ഹർത്താലിന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഹർത്താൽ വഴിമാറി കൊടുക്കുന്ന ഒരു വലിയ അവസ്ഥ വന്നത് ഈ സംഘടനയും കൂടെ ചേർന്ന് നിന്നിട്ടാണ്. സിനിമ എന്ന് പറയുന്ന വ്യവസായം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അന്ന് സംഘടനയുടെ തലപ്പത്ത് സുരേഷ് കുമാർ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ മറക്കുന്നത്? അപ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പിളർത്തുവാനുള്ള ഒരു നീക്കം നടക്കുന്നതായി താങ്കൾ സംശയിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ആന്റണി പെരുമ്പാവൂർ സംശയിക്കുന്നില്ല. ഒരു ട്രേഡ് ബോഡി എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പൊ പിളർത്തേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സംഘടന കൊണ്ടുപോകാന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ താരരാജാക്കന്മാർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ഇതിനു മുൻപും കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഉദാഹരണമായിരുന്നുവല്ലോ പണ്ട് മാക്ട പിളർത്തി ഫെഫ്കെ ഉണ്ടാക്കിയത്. ഒരൊറ്റ രാത്രി കൊണ്ട് പിളർത്തി. അതൊക്കെ സാധ്യമാണ് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ വരവ് അതൊരു തുടക്കം മാത്രമെന്ന് കരുതേണ്ടി വരും. ആന്റണി പെരുമ്പാവൂരിനെ നിങ്ങൾ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കുമോ? അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെയാണല്ലോ, നിങ്ങളുടെ തീരുമാനത്തിനെതിരെയാണല്ലോ. ആന്റണി പെരുമ്പാവൂർ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെതിരെ, അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ആദ്യമേ അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം സംഘടനയുടെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാമെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇതാണ്. ആന്റോ ജോസഫ് എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രസിഡന്റിന്റെ മൗനം അത് അദ്ദേഹത്തിന്റെ വിയോജിപ്പായി കരുതുന്നു. മൗനം സമ്മതമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പണ്ടൊക്കെ. അതാണ് നമ്മുടെ അറിവുള്ളത്. അപ്പം വിയോജിപ്പാകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിട്ടു. അത് അങ്ങനെ വഴിതിരിച്ചാണ് അദ്ദേഹം അത് വിട്ടത്. ആന്റോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് കഴിഞ്ഞ 6 മാസമായിട്ടും കുറച്ചു കാലമായിട്ടും പുള്ളിയുടെ സിനിമ തീരുന്നവരും അദ്ദേഹം ഒഫീഷ്യലി ലീവ് എഴുതി തന്നിട്ടുണ്ട്. ഇത് റെക്കോർഡിക്കലാണ്. അപ്പോൾ ആ ഒരു പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ആണ് ആ സ്ഥാനത്തിരിക്കുക. അത് ബൈലോ പ്രകാരം, ഞങ്ങളുടെ അസോസിയേഷന്റെ ബൈലോ പ്രകാരം അവിടെ ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് സുരേഷ് കുമാർ ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തു. അദ്ദേഹമാണ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ട്രേഡ് ബോഡികളിൽ ഈ കാര്യത്തിൽ പ്രധാനമായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് വിളിച്ചു വരുത്തിയെന്നുള്ളതുകൊണ്ട് അദ്ദേഹമാണ് ആ പ്രസ് മീറ്റ് പ്രിസൈഡ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് ആ കാര്യത്തിനെ കുറിച്ച് അറിവില്ല എങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചൂടെ? ഒരു ഹിയർസേ ആണോ വേണ്ടത്? ഇത്രയും സിനിമയെ കുറിച്ച് അറിയാവുന്ന ആളല്ലേ അദ്ദേഹം, ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാനൊക്കെ ആന്റണി ഏട്ടാന്ന് വിളിക്കുന്നത് നമുക്ക് സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ കൂട്ടത്തിൽ ആരെ വേണമെങ്കിലും വിളിച്ചു ചോദിക്കാം, ഇതെന്താണ് ഇവിടുത്തെ വിഷയം എന്നുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം ഇത് സുരേഷ് കുമാർ ഈ പറഞ്ഞതുപോലെ ഓഫ് റെക്കോർഡ് ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞ കാര്യം അത് വരുന്നു. അതിനെ പുള്ളി പിൻവലിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പ്രകോപനം, അദ്ദേഹത്തിനെ വേട്ടയാടുന്നു. ഫാൻസുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷൻ പേജുകൾ അദ്ദേഹത്തിനെതിരെ പറയുന്നു. ആരാണ് സുരേഷ് കുമാർ? സുരേഷ് കുമാർ 3 ഇക്കിളിപ്പടം എടുത്തതാണ് എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. എന്ത് ഇക്കിളിപ്പടം സുരേഷ് കുമാർ എടുത്തത്? സുരേഷ് കുമാർ എടുത്ത സിനിമയെ കുറിച്ച് ഈ കൊച്ചു പിള്ളേർക്ക് വല്ലതും അറിയാമോ? മെനഞ്ഞാന്ന് വന്ന് കീബോർഡ് വിപ്ലവം നടക്കുന്ന പിള്ളേർക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഇത് കുറെ പിള്ളേരെ ഇറക്കി ആരെങ്കിലും ഒക്കെ വിടുക, അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഒരാളെ കാര്യം അറിയാവുന്ന ആന്റണി പെരുമ്പാവൂരിന് അറിയില്ല എങ്കിൽ ആന്റണി പെരുമ്പാവൂരിന് പിന്നിലുള്ള ആളിന് അറിയാമല്ലോ സുരേഷ് കുമാർ ആരാണെന്ന്. ഇത് ആക്ച്വലി ഞാൻ പറയുന്നത് ഇത് ആരാണ് ഇതിന്റെ മുന്നിൽ ഇതിന്റെ പിന്നിൽ എന്നുള്ളതല്ല മഞ്ജുഷേ. ഞാൻ പറയുന്നത് ഒരു വ്യവസായം നിന്ന് അതിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കെട്ടിച്ചമച്ചൊരു ഒരു പോസ്റ്റ് ഇടുക, എന്നിട്ട് ഒരാളെ വേട്ടയാടുക, എന്നിട്ട് വ്യവസായത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ, ഇവർക്കൊന്നും പ്രശ്നമില്ല, വ്യവസായത്തിന് ഒരു പ്രശ്നമില്ല എന്ന് പറയുക. യാഥാർത്ഥ്യം അറിയാവുന്നവരല്ലേ, സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാണ്? സിനിമയിലെ യഥാർത്ഥമായിട്ടുള്ള ഒരു കളക്ഷൻ പുറത്തു വിടുന്നതിനാണോ പ്രശ്നം? 100 കോടി ക്ലബ് എന്ന് പറയുന്നതിനാണ് പ്രശ്നം. 100 കോടി ക്ലബ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന് ആത്യന്തികമായി ആദ്യം കാശ് മുടക്കുന്ന ഏതാണ്? പ്രൊഡ്യൂസറാണ്. ആത്യന്തികമായി അയാളിലേക്ക് വരുന്ന കാശ് എന്താണ്? അതാണ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ ലാഭമായി കണക്കാക്കുന്നത്.
പ്രൊഡ്യൂസർ അതേ പറയുള്ളൂ. 30% സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ഈ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തുമ്പോൾ അവിടെ 2000, 3000, 10,000 ആൾക്കാരെ കൊണ്ടുതരാമെന്ന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഞങ്ങൾക്ക് ആ മീറ്റിംഗിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലാന്ന് ഷിബു സുശീലൻ പറയട്ടെ, അദ്ദേഹവും കേട്ടിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗിന്. അപ്പം ഇത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും സർക്കാർ അനുകൂലമായി നിലപാടെടുക്കാനും വേണം. അതിന്റെ കൂട്ടത്തിൽ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ, ഇതര പ്രശ്നങ്ങളാണ് ഞങ്ങൾ അവിടെ പരിഹരിക്കാനായിട്ട് ഞങ്ങൾ അവിടെ കൂടിയത്. അല്ലാതെ ആരും പിൻ പോയിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു താരങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. പൊതുവായിട്ട് വരുന്ന ചർച്ചകൾ നാച്ചുറലി പല സംഘടനകളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ചർച്ചകൾ പല രീതിയിൽ വരും. ആ ചർച്ചകളിലുള്ള എല്ലാത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുക. അല്ല, ഈ 100 കോടി ക്ലബിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അത് എല്ലാ ഭാഷകളിലും അത് വരുന്ന ഒരു കാര്യമാണ്. അതിന് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഈ അറ്റാദായം, നിർമ്മാതാവിന് കിട്ടുന്ന അറ്റാദായം എന്ന് ഒരിടത്തും പറയുന്നില്ല. 100 കോടി ക്ലബ് എന്ന് പറയുമ്പോൾ 100 കോടിയും നിർമ്മാതാവിന് കിട്ടുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ 100 കോടി ക്ലബ് ഇല്ല, 200 കോടി ക്ലബ് ഇല്ല എന്ന് എന്തിനാണ് സുരേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞതെന്നാണ് ആന്റണി പെരുമ്പാവൂർ ആരുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കിയാൽ കൊള്ളാം. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ടാണോ സംസാരിക്കുന്നത്, അതോ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ മെമ്പറായിട്ടാണ്? അദ്ദേഹം അമ്മയുടെ മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഈ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന മരക്കാർ റിലീസിന്റെ സമയത്തും കുറുപ്പിന്റെ റിലീസിന്റെ സമയത്തും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് വേണ്ടി അടിയുറച്ച് നിന്ന് സംസാരിച്ച ആളാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ച് എവിടെ വെച്ച് കണ്ടപ്പോൾ പറയുകയും ചെയ്തു, എനിക്ക് വേണ്ടി സംസാരിച്ചു കാര്യമായിട്ട്. ആ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഇവിടെ വന്നിരുന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹം ഈ എടുത്ത നിലപാട് ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായും ശക്തമായും പറയുകയാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിന് എതിരെ എന്ത് വന്നാലും അത് പ്രതിരോധിക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അമ്മയിൽ പ്രവർത്തിക്കട്ടെ, ഞങ്ങളുടെ സംഘടനയിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്താണ് നിങ്ങൾക്ക് മടി? ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. അദ്ദേഹം 25 കൊല്ലമായിട്ട് മലയാളത്തില് വലിയ വലിയ സംഘടനയുടെ കാര്യമാണ് പറഞ്ഞത്. സംഘടനയിൽ അദ്ദേഹം അപക്വമായിട്ട് നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാതാവിനോട് അത്ര അപക്വമായിട്ട് പെരുമാറുമെന്ന് മഞ്ജുഷിന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ അത് ചർച്ച ചെയ്ത് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് അത് രമ്യതയിൽ തീരുമെങ്കിൽ തീരട്ടെ. വലിയ പേരുകളാണ് സുരേഷ് കുമാർ, ആന്റണി പെരുമ്പാവൂർ എന്നൊക്കെ പറയുന്നത്. മലയാള സിനിമയിൽ അത്യാവശ്യം വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ളവരാണ്. നിരന്തരം സിനിമയുടെ കാര്യത്തിൽ നെഞ്ചു പിരിച്ച് ഇടപെടുന്ന ആളാണ് സുരേഷ് കുമാർ. ആന്റണി പെരുമ്പാവൂർ നിരന്തരം വലിയ വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അത്രയും അപക്വമായിട്ടൊന്നും ഞങ്ങൾ പെരുമാറേണ്ട കാര്യമില്ലല്ലോ. അത് ചർച്ചയിൽ രമ്യമായി പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ചർച്ച ചെയ്തല്ലേ ഞങ്ങൾ പരിഹരിക്കുക. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാവും. ചേട്ടൻ അനിയനെ പറഞ്ഞെന്നിരിക്കും, അനിയൻ ചേട്ടനെ പറഞ്ഞെന്നിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. അത് ഞങ്ങൾ സംസാരിച്ച് അതിനെ ഒരു പരിഹാരത്തിൽ എത്താൻ പറ്റുവാണെങ്കിൽ പരിഹാരത്തിലെത്തും. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതെ സംസാരങ്ങൾ നടക്കും. ഇത് എവിടെയെങ്കിലും ഇതിനൊരു പര്യവസാനം ഉണ്ടാവുമല്ലോ, നാച്ചുറലി ഉണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ന്യൂസ് ചാനലിൽ ഒരു വിഷയം ഇങ്ങനെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ അത് സബ്സൈഡ് ചെയ്യും. അതുപോലെ ഇതെല്ലാം കെട്ടടങ്ങാം. ഐസ് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ അതിൽ വെളിയിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിനിമയിൽ നടക്കുന്ന അനഭിലഷണീയമായ കാര്യങ്ങളാണ്. അവിടെ ഈ 100 കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന ഊതി വീർപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഒരു പക്ഷം പറയുന്നു, അങ്ങനെയല്ല എന്ന് മറുപക്ഷം പറയുന്നു. താരങ്ങൾ അമിതമായ പ്രതിഫലം വാങ്ങുന്നുവെന്ന് ഒരു പക്ഷം പറയുന്നു, അങ്ങനെയല്ല, അത് അവർ അധ്വാനിച്ചതിന്റെ പ്രതിഫലമാണ് കിട്ടുന്നതെന്ന് മറുപക്ഷം പറയുന്നു. ഈ നിർമ്മാതാക്കൾ ഇല്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയുന്നുവെന്ന് ഒരു പക്ഷം പറയുന്നു. ഈ നിർമ്മാതാക്കളെ വലിയ വലിയ നിർമ്മാതാക്കളാക്കി മാറ്റിയത് താരങ്ങളാണെന്ന് മറുപക്ഷം പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുസമൂഹം ചോദിക്കും, നിങ്ങൾ എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന്. താരങ്ങളെ നിർമ്മാതാക്കളാക്കി മാറ്റിയത് നിർമ്മാതാക്കളാണ്. പിന്നെ രണ്ടാമത്, ഞാൻ ഫോർ എക്സാമ്പിൾ, ഒരു താരം 5 കോടി രൂപ വാങ്ങിക്കുകയാണ്. ആ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കോസ്റ്റ് ഒരു 12 13 കോടി രൂപയാണ് എന്ന് വെച്ചാൽ അവരുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ട് ഇത്ര ശതമാനം ഇപ്പോൾ ഇത്ര ബിസിനസ് വരുമ്പോൾ ഒരു നിർമ്മാതാവിന് ലിക്വിഡിറ്റി അത്രയും നമുക്ക് ഉണ്ടാവും. ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു മേജർ ചങ്ക് താരം സിനിമ തീരുന്നതിന് മുമ്പേ കൊണ്ടുപോവുകയും ആ സിനിമ നഷ്ടത്തിൽ വരികയും ചെയ്യുവാണെങ്കിൽ താരത്തിന് കാശ് കൊണ്ടുപോകാം. ഒരൊറ്റ സിനിമയ്ക്ക് പോലും ഒരു നിർമ്മാതാവല്ലാതെ മറ്റൊരാൾക്കും ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാവുന്നില്ല. എല്ലാവരും ശമ്പളം വാങ്ങിക്കുന്നവരാ. അപ്പൊ അതിനകത്ത് ഏറ്റവും റെസ്പോൺസിബിൾ ആവേണ്ട 3 പേരെന്ന് പറയുന്നത് ഒന്ന് നിർമ്മാതാവും, ഒന്ന് സംവിധായകനും, ഒന്നും അതിൽ അഭിനയിക്കുന്ന മേജർ താരമാണ്.
ഇപ്പൊ പുതുമുഖങ്ങളുടെ പടമോ അല്ലെങ്കിൽ ചെറിയ താരങ്ങളോ ഒന്നും, ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന താരങ്ങളോ ഒന്നും നമ്മൾ പറയുന്നത്.